എന്തായാലും ഒരു ചെറിയ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ആഹാ, എന്താ സുഖം! എന്താണെന്നറിയോ, ഒരു മുറിക്കുള്ളിൽ കുത്തിയിരുന്ന് മോഹൻലാലിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായിരുന്നു. ഒരു മോൻ, അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. വേറൊരു മോനിന് സമൂഹത്തിൽ ഏതൊക്കെ പബ്ലിസിറ്റി അത്യാവശ്യമുള്ള ആളുകളൊക്കെ കണ്ടുപിടിക്കുക, അവൻ്റെ തന്തയ്ക്ക് വിളിക്കുക. വിളിക്കുന്ന വിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, ജനിച്ചു വീണത് തെറിക്കുണ്ടിലോട്ടാണെന്ന് തോന്നിപ്പോവും. അദ്ദേഹം ഒരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത മാധ്യമപ്രവർത്തകനായി. അങ്ങനെ ആ മാധ്യമപ്രവർത്തകൻ മുഖ്യമന്ത്രിനെ തെറി വിളിക്കുന്നു, മന്ത്രിമാരെ തെറി വിളിക്കുന്നു, ആരെയൊക്കെ തെളി അവരൊക്കെ ഭരാമത്തെ മോൻ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്ന ആൾ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ അനാവശ്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കൊക്കെയോ ഉണ്ടായ കുറേ ആളുകളുണ്ടല്ലോ, അവരെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് നീക്കിയാൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ജനങ്ങൾ തുടങ്ങും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സമാധാനം ഉണ്ടാവും. അപ്പം അത്യാവശ്യം നല്ല കലാകാരന്മാർക്കും അവനവൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നല്ല വ്യക്തമായി പറയാനറിയാവുന്നവർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കട്ടെ. പണമുണ്ടാക്കാൻ വേണ്ടി സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ തെറി വിളിച്ച് റീച്ച് ഉണ്ടാക്കുന്ന, ജനങ്ങളിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വൃത്തികെട്ട സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ കാരണങ്ങളാകുന്ന ഇത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് മറ്റാരുടെയും പേരുകളല്ല. ഒന്ന് ചെകുത്താൻ എന്ന് പറയുന്ന അജു, മറ്റൊന്ന് നമ്മുടെ വലിയ സത്യസന്ധനായ ട്രൂ TV, സത്യം പറയുന്ന TV, അതാണ് സൂരജ് പലാക്കാരൻ. ഭയങ്കര സത്യം മാത്രമായിട്ട് പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവദൂഷ്യം എന്ന് പറയുന്നത് അർജുൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ നഷ്ടപ്പെട്ടതിൻ്റെ 12ാമത്തെ ദിവസം അവിടെ ചെന്ന് ആ ഒരു വിഷയത്തെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയിലേക്ക്, അധികാരികളിലേക്ക് അവിടെ അർജുനെ തെരയാൻ കാരണമായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മൊട്ട അരുൺ. അരുണിൻ്റെ ഭാഗത്തും ചില തെറ്റുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ അയാൾ അവിടെ ചോദ്യം ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ അന്വേഷണം അത്രയും ഉത്തരത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് മാത്രം അവിടെ തെരച്ചിൽ നടന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ ജനങ്ങൾ സർക്കാരിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ഈ ദേഷ്യപ്പെടുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി സർക്കാരിനെ പഴിക്കുന്നു. പ്രതിപക്ഷത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഴിക്കുന്നു. സെലിബ്രിറ്റികളെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വലിയൊരു കാരണം ഇത്തരത്തിലുള്ള വിഘടനവാദികളായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. നല്ലത് തന്നെയാണ്, വരുമാനം ഉണ്ടാക്കാനും നല്ലത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കാനായിരിക്കരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവർ. അതുകൊണ്ട് ആ അറസ്റ്റ് അവരുടെ അർഹതപ്പെട്ടതാണ്. പക്ഷേ ന്യായമായി ജനങ്ങളെ അധിക്ഷേപിച്ചതിന്, മോഹൻലാലിനെ അധിക്ഷേപിച്ചതിന് ഒരു നഷ്ടപരിഹാരം മോഹൻലാലിനും, ആ നടിയെ ആക്രമിച്ചതിന് സൂരജ് പാലക്കാരൻ ആ നടിക്കും വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുത്താൽ ഇനിയുള്ള ഇമാതിരി തെണ്ടിത്തരം പറഞ്ഞ് അവനവൻ്റെ ചാനൽ റീച്ചിൽ ആക്കുന്നവർ ഒരു മാതൃകയാവും. അങ്ങനെ ഒരു നിയമം, വിധി അറസ്റ്റ് ചെയ്യപ്പെട്ട കേസിൽ അവർക്കെതിരെ ഉണ്ടാകട്ടെ എന്നും മാത്രമാണ് പറയാനുള്ളത്. അത് മറ്റുള്ള ഈ പറയുന്ന യൂട്യൂബിലൂടെ കാശുണ്ടാക്കാൻ മറ്റുള്ള പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരനെ തന്തയ്ക്ക് തള്ളയ്ക്കും വിളിക്കുന്നവനൊക്കെ ഒരു മാതൃകയാവട്ടെ, നിയന്ത്രണമുണ്ടാകട്ടെ. താങ്ക് യു കേരള പോലീസ്.